നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. SSC പരീക്ഷകളിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ഉറപ്പായിട്ടും അവിടെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് പ്രധാനമായും 4 ടൈപ്പ് സെന്റൻസുകൾ ഉണ്ടെന്ന് ആദ്യം അറിയുക. ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ്, ഇൻട്രോഗേറ്റീവ്, ഇമ്പരറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. സോ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് എന്ന് പറയുന്നത്? അതായത് നോർമലായി ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകൾ, പ്രസ്താവനകളെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻട്രോഗേറ്റീവ് ആണെങ്കിലോ ചോദ്യ രൂപത്തിലുള്ള സെന്റൻസുകൾ. ഇൻട്രോഗേറ്റീവ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? യെസ് ഓർ നോ ടൈപ്പും അതുപോലെ തന്നെ WHും. ദെൻ എന്താണ് ഇമ്പരറ്റീവ് എന്ന് പറയുന്നത്? ഒരു കമാൻഡ്, റിക്വസ്റ്റ്, വിഷ്, അഡ്വൈസിനെയൊക്കെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളാണ് ഇമ്പരറ്റീവ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിലോ നമ്മുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സെന്റൻസുകൾ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 4 ടൈപ്പ് സെന്റൻസുകളും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പഠിക്കണം. സോ ഫസ്റ്റ് വൺ, ദാ ഇവിടെ ഒരു സെന്റൻസ് നൽകിയിട്ടുണ്ട്. എന്താണ്? ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ്, ദ ക്ലർക്ക് സെഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സെന്റൻസ് കിട്ടുമ്പോൾ കൂട്ടുകാർ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഏത് സെന്റൻസ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് ആദ്യം റിക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എളുപ്പ മാർഗമാണ് ഇവിടെ ഞാൻ പറഞ്ഞു തരാനായി പോകുന്നത്. ഓക്കെ, സോ ആദ്യം എന്ത് ചെയ്യണം? അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് അറിയണം. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. നോർമൽ ആയിട്ടുള്ള സെന്റൻസ് അല്ലേ? സോ അത് ഏത് സെന്റൻസ് ആണ്? സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത് നോക്കേണ്ട കാര്യം ഇവിടെ കണക്റ്റിംഗ് വേർഡ് ഏത് ഉപയോഗിക്കും അല്ലെ? ഈ 2 സെന്റൻസുകളെ ജോയിൻ ചെയ്യിക്കണം. എന്താണ്? ക്ലർക്ക് സെഡ് എന്നുള്ളതും ആ കോമ കഴിഞ്ഞിട്ടുള്ള ആ കോമയ്ക്ക് മുന്നേ ഉള്ള സെന്റൻസുകൾ ജോയിൻ ചെയ്യിപ്പിക്കണം. സോ ഇവിടെ കണക്റ്റിംഗ് വേർഡ് ഏത് ഉപയോഗിക്കും? സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളിൽ കണക്റ്റിംഗ് വേർഡ് എല്ലായ്പ്പോഴും ഏതാണ് സുഹൃത്തുക്കളെ? ദാറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സെന്റൻസ് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? കണക്റ്റിംഗ് വേർഡ് വരെ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ദ ക്ലർക്ക് ദെൻ ഇവിടെ എഴുതുന്ന ഈ ഒരു കാര്യത്തിന് ഒരു പേര് പറയും. എന്താണ്? റിപ്പോർട്ടിംഗ് വെർബ്. ഓക്കെ, സോ ദ ക്ലർക്ക് സെഡ്, അത് കഴിഞ്ഞിട്ട് വേണം റിപ്പോർട്ടിംഗ് വെർബ് എഴുതാനായിട്ടുള്ള. ദ ക്ലർക്ക് സെഡ് ദാറ്റ്. ഓക്കെ, ദ ക്ലർക്ക് സെഡ് ദാറ്റ്. ഇനി അടുത്ത 4ാമത്തെ സ്റ്റെപ്പ് നോക്കേണ്ടത് ഇവിടെ ഏത് ടെൻസ് ആണ് ഈ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കുക. അതായത് ഇവിടെ ടെൻസ് നോക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒരു സെന്റൻസിൽ ടെൻസ് നോക്കാനായിട്ട് അതിലെ വെർബിനെ നോക്കണം. ഓക്കെ, വെർബിനെ നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബും കൂടെ നോക്കണം. സോ ഇവിടെ നമ്മൾ വെർബ് നോക്കി. ദെൻ ഇവിടെ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് എന്നുള്ളതാണ് വെർബും ഓക്സിലറിയും കൂടെ ചേർന്ന് വന്നിട്ടുള്ളത് അല്ലേ? സോ ഹാസ് ഓൾറെഡി ലെഫ്റ്റ്, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് B3 പ്ലസ് ഒബ്ജക്റ്റ് ഓർ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ്. ഓക്കെ, ഏത് ടെൻസ് ആണ് സുഹൃത്തുക്കളെ? ഏത് ടെൻസ് ആണ്? യെസ്, പ്രസന്റ് പെർഫെക്റ്റിലുള്ള ഒരു സെന്റൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വരും? ദ ക്ലർക്ക് സെഡ് ദാറ്റ് ദ ട്രെയിൻ. പ്രസന്റ് പെർഫെക്റ്റിലുള്ള ഒരു സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? പാസ്റ്റ് ആയി മാറുന്നു അല്ലേ? സോ ഹാസ് എന്നുള്ള എന്താവുന്നു? ഹാഡ് ആവുന്നു. ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഓക്കെ, ഓൾറെഡി ലെഫ്റ്റ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിലുള്ള ഒരു സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറുന്നു. ഓക്കെ, അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ ഇപ്രകാരമാണ് സെന്റൻസ് വരുന്നത്. ദ ക്ലർക്ക് സെഡ് ദാറ്റ് ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. പിന്നെ ഈ കൊട്ടേഷനും കോമയും ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റായി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ എന്താക്കി മാറ്റിയിരിക്കുന്നു? ഇൻഡയറക്റ്റ് ആയി മാറ്റിയിരിക്കുന്നു, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, ഡയറക്റ്റ് സ്പീച്ചിന് നമ്മൾ ഇൻഡയറക്റ്റ് ആക്കാനായിട്ട് ഇവിടെ എന്താണ് ചെയ്തത്? ഈ ഒരു 4 സ്റ്റെപ്പിലൂടെ കടന്നുപോയി. എന്ത് ചെയ്തു? അവിടെ ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് നോക്കി,
കണക്റ്റിംഗ് വേർഡ് ഏതെന്ന് നോക്കി, കണക്റ്റിംഗ് വേർഡ് വരെ എഴുതി നോക്കി, ടെൻസ് ഏതാണെന്ന് നോക്കി. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ദെൻ ഇവിടെ ഏത് സെന്റൻസ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്? സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ കണക്റ്റിംഗ് വേർഡ് ഏതാണ്? ദാറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തൊരു ചോദ്യം, ദാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. വൈ ഡിഡ് ദ ട്രെയിൻ സ്റ്റോപ്പ്? ദ പാസഞ്ചർ സെഡ്. ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുള്ള ഒരു സെന്റൻസാ, അതിനെ ഇൻഡയറക്റ്റ് ആക്കണം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ 5 സ്റ്റെപ്പ് പഠിച്ചായിരുന്നു അല്ലേ? അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് നൽകിയിട്ടുള്ള ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് അറിയണം. സോ ഏത് ടൈപ്പ് സെന്റൻസാ ഇവിടെ നൽകിയിട്ടുള്ളത്? ദാ ചോദ്യ രൂപത്തിൽ അവസാനിച്ചിരിക്കുന്നു, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചിരിക്കുന്നു, ഇൻട്രോഗേറ്റീവ് സെന്റൻസാ. ദെൻ തുടങ്ങിയിരിക്കുന്നത് എന്താണ്? WH ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് നോക്കണം? കണക്റ്റിംഗ് വേർഡ് നോക്കണം. WH ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യാൻ നേരത്തെ കണക്റ്റിംഗ് വേർഡ് ഏതാണ് സുഹൃത്തുക്കളെ വരുന്നത്? ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു ഇൻട്രോഗേറ്റീവിലുള്ള ഒരു ചോദ്യമാണ് അല്ലേ? ഇൻട്രോഗേറ്റീവ് തന്നെ ഏതാണ്? WH ആണ്. സോ WH ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ കണക്റ്റിംഗ് വേർഡ് വരുന്നത് ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? കണക്റ്റിംഗ് വേർഡ് വരെ ഒന്ന് എഴുതി നോക്കാം നമുക്ക്. അപ്പോൾ എങ്ങനെ വരും? ദ പാസഞ്ചർ. ദെൻ ഇവിടെ എഴുതുന്ന ഈ ഒരു കാര്യത്തിന് പറയുന്ന പേര് ഞാൻ പറഞ്ഞു, എന്താണ്? റിപ്പോർട്ടിംഗ് വെർബ്. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് എല്ലാ ഇപ്പോഴും എന്താണ് വരുന്നത്? ആസ്ക്ഡ് എന്നാണ് വരുന്നത്. ഓക്കെ, സോ റിപ്പോർട്ട് ചെയ്യാൻ നേരത്തെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ നേരത്തെ റിപ്പോർട്ടിംഗ് വെർബ് എല്ലാ ഇപ്പോഴും ആസ്ക്ഡ് എന്നാണ് വരുന്നത്. സോ ദ പാസഞ്ചർ ആസ്ക്ഡ്. ദെൻ ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? ക്വസ്റ്റ്യൻ വേർഡ് വൈ. അതുവരെ നമ്മൾ എഴുതി. ദ പാസഞ്ചർ ആസ്ക്ഡ് വൈ. ഇനി അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് എന്താണ് സുഹൃത്തുക്കളെ? ടെൻസ് നോക്കണം അല്ലേ? സോ ഇവിടെ ടെൻസ് നോക്കുന്നതിന് മുന്നേ ഇൻട്രോഗേറ്റീവ് സെന്റൻസുകൾ ആകുമ്പോൾ അവിടെ എന്ത് നോക്കണം സുഹൃത്തുക്കളെ? സബ്ജക്റ്റ് നോക്കണം. ഓക്കെ, സോ ഇൻട്രോഗേറ്റീവ് സെന്റൻസുകൾ ആകുമ്പോൾ അവിടെ നാലാമത്തെ സ്റ്റെപ്പിൽ സബ്ജക്റ്റ് നോക്കണം. ഇവിടെ ആരാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്? വൈ ഡിഡ് ദ ട്രെയിൻ സ്റ്റോപ്പ് അല്ലേ? ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ സെന്റൻസിൽ ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ആരാണ്? ദ ട്രെയിൻ ആണ് സബ്ജക്റ്റ്. ഓക്കെ, സോ ദ ട്രെയിൻ നമ്മൾ ഇവിടെ എഴുതി. ദ പാസഞ്ചർ ആസ്ക്ഡ് വൈ ദ ട്രെയിൻ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് നോക്കണം? ടെൻസ് നോക്കണം. ഓക്കെ, സോ ഇവിടെ ടെൻസ് ഏതാണ് സുഹൃത്തുക്കളെ? ടെൻസ് ഏതാണെന്ന് അറിയാനായിട്ട് വെർബ് നോക്കണം, ഓക്സിലറി നോക്കണം. സോ ഇവിടെ സ്റ്റോപ്പ് ആണ് വെർബ്, ഇവിടെ ഓക്സിലറി നോക്കി. ഡിഡ് ആണ് ഓക്സിലറി. ഡിഡ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഏത് ടെൻസാ? പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെന്റൻസ് ആണ്. സോ സിമ്പിൾ പാസ്റ്റിലുള്ള ഈ ഒരു സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും സുഹൃത്തുക്കളെ? 2 പ്രാവശ്യം അപ്പുറത്ത് ചാടും. അതായത് എന്തായി മാറുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നു അല്ലേ? സോ ടെൻസുകൾ നന്നായിട്ട് പഠിക്കുക. ടെൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ സൂപ്പർ നോട്ട്സിലുണ്ട്. സോ എല്ലാവരും സൂപ്പർ നോട്ട്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ക്ലാസ്സുകൾ കാണുവാനായി കഴിയും. സോ ദ പാസഞ്ചർ ആസ്ക്ഡ് വൈ ദ ട്രെയിൻ. ഇനി അടുത്ത പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് അല്ലേ? ദ ട്രെയിൻ ഹാഡ് സ്റ്റോപ്ഡ്. ഓക്കെ, V3 വരും അല്ലെ? സ്റ്റോപ്ഡ് എന്ന് വരും. ദ പാസഞ്ചർ ആസ്ക്ഡ് വൈ ദ ട്രെയിൻ ഹാഡ് സ്റ്റോപ്ഡ്. സോ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ റിപ്പോർട്ട് ചെയ്യാൻ നേരത്തെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ നേരത്തെ 5 സ്റ്റെപ്പ്. ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? കണക്റ്റിംഗ് വേർഡ് ഏത് വരും? കണക്റ്റിംഗ് വേർഡ് വരെ എഴുതി നോക്കുക. നാലാമത്തെ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. ലാസ്റ്റ് വൺ ടെൻസ് ഏതാണെന്ന് നോക്കുക. ഇൻട്രോഗേറ്റീവ് സെന്റൻസിൽ WH ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് വേർഡ് ക്വസ്റ്റ്യൻ വേർഡ് വരുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ അടുത്ത ഒരു സെന്റൻസ് നോക്കിയ സുഹൃത്തുക്കളെ, വിൽ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രോജക്ട്? ടോം ആസ്ക്ഡ് അന്ന. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെന്റൻസ് കിട്ടിയാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് നോക്കും. സോ ഏത് ടൈപ്പ് സെന്റൻസ് ആണ് ഇവിടെ? ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് നൽകിയിട്ടുള്ളത് അല്ലേ? സോ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഏതാണ്? യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതായത് ഇവിടെ ചോദ്യമുണ്ട്, അതോടൊപ്പം തന്നെ WH ആണോ? അല്ല, യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കണക്റ്റിംഗ് വേർഡ് ആലോചിക്കണം അല്ലേ? സോ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ കണക്റ്റിംഗ് വേർഡ് വരുന്നത് ഈഫ് ഓർ വെദർ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് സുഹൃത്തുക്കളെ? കണക്റ്റിംഗ് വേർഡ് വരെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ കണക്റ്റിംഗ് വേർഡ് വരെ ഒന്ന് എഴുതി നോക്കാം. ടോം
ആസ്ക്ഡ് അന്ന അല്ലെ, ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എല്ലായ്പ്പോഴും ആസ്ക്ഡ് ആണ് വരുന്നത്, ആസ്ക്ഡ് അന്ന. ഇനി അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് എന്ത് നോക്കണം? സബ്ജക്റ്റ് നോക്കണം. ഇവിടെ സബ്ജക്റ്റ് ആരാണ് സുഹൃത്തുക്കളെ? വിൽ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രോജക്റ്റ്. ആരാണ്? യു ആണ് സബ്ജക്റ്റ്. യു എന്നുള്ളത് ഇവിടെ എന്തായി മാറുന്നു? ഷീ ആയി മാറുന്നു. അതായത് ടോം ആരടുത്താണ് ചോദിക്കുന്നത്? അന്യയുടെ അടുത്തല്ലേ ചോദിക്കുന്നത്. അന്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരിക്കുമല്ലോ. സോ അവിടെ യു എന്ന് പറയുന്നത് എന്താവുന്നു? ഷീ ആയി മാറുന്നു, ഷീ. ഇനി അടുത്ത അഞ്ചാമത്തെ സ്റ്റെപ്പ് ടെൻസ് ഏതാണെന്ന് നോക്കണം. സോ ടെൻസ് ഏതാണെന്ന് നോക്കാനായി തന്നിട്ടുള്ള സെന്റൻസിൽ വെർബ് നോക്കി അല്ലെ. സോ വെർബ് നോക്കിയപ്പോൾ ഹെൽപ്പ്, ഓക്സിലറി നോക്കിയപ്പോൾ വിൽ, എന്തായി മാറുന്നു? ഷീ വിൽ എന്നുള്ള വുഡായി മാറുന്നു. ഷീ വുഡ് ഹെൽപ്പ് മീ എന്നുള്ളത് ഹർ ആവുന്നു, ഹർ വിത്ത് ദിസ് എന്നുള്ള ദാറ്റ് ആകുന്നു, ദാറ്റ് പ്രോജക്റ്റ്. അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ള സെന്റൻസിൽ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ ഇത്തരത്തിലുള്ള വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് ആകുന്നു. വിൽ എന്നുള്ളത് ഉഡാകുന്നു, ഷാൾ എന്നുള്ളത് ഷുഡാകുന്നു, മേ എന്നുള്ളത് മൈറ്റ് ആകുന്നു, ക്യാൻ എന്നുള്ളത് കുഡാവുന്നു. സോ ഇത്തരത്തിലുള്ള ചേഞ്ച് ആണ് അവിടെ വരുന്നത്. അതായത് ഇവിടെ വെർബിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? വെർബിന് ഒരു മാറ്റവും ഇല്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ള സെന്റൻസിൽ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ വന്നു കഴിഞ്ഞാൽ അതിന്റെ പാസ്റ്റായി മാറുന്നു വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ്. വെർബിന് ഇവിടെ നോ ചേഞ്ച്. അത് പ്രധാനമായും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അതേസമയം തന്നെ നമുക്ക് തന്നിട്ടുള്ള സെന്റൻസ്, അതായത് ഡയറക്റ്റ് സെന്റൻസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് ആണെങ്കിലോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സെന്റൻസിൽ ഒരു മാറ്റവും ഇല്ല, അതുപോലെ എഴുതിയാൽ മതി. ഓക്കെ, അവിടെ തിരിച്ചാകത്തില്ല. അതായത് ഡയറക്റ്റിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റിലും എന്താണ്? വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് തന്നെയാണ്. ഓക്കെ, സോ കൂട്ടുകാർക്ക് പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കാനായിട്ടുള്ള കാര്യം, ഇൻട്രോഗേറ്റീവ് സെന്റൻസിൽ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് വേർഡ് ഈഫ് ഫോർ വെദർ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? യെസ്, നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത ചോദ്യം നോക്കിയേ. ഡോണ്ട് ഡ്രൈവ് സോ ഫാസ്റ്റ് ഓൺ ദിസ് സ്ലിപ്പറി റോഡ്, ഷീ ടോൾഡ് ഹിം. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ് സുഹൃത്തുക്കളെ? ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇത് ഇമ്പരറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. ഇമ്പരറ്റീവ് സെന്റൻസ് നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ചിൽ നമുക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇമ്പരറ്റീവ് സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് വേർഡ് ഏതാണ് വരേണ്ടത്? ടു ആണ് വരേണ്ടത്. ഓക്കെ, ടു ആണ് വരേണ്ടത്. അതോടൊപ്പം തന്നെ കണക്റ്റിംഗ് വേർഡ് വരെ എഴുതി നോക്കാം. കണക്റ്റിംഗ് വേർഡ് വരെ എഴുതി നോക്കാം. സോ ഷീ ടോൾഡ് ഹിം, ഷീ ടോൾഡ് ഹിം. ഇവിടെ നെഗറ്റീവ് ഉണ്ടല്ലേ, ഡോണ്ട് ഉണ്ട്. ഡോണ്ട് ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? നോട്ട് ടു ചേർത്ത് വേണം എഴുതാനായിട്ടുള്ള. ഷീ ടോൾഡ് ഹിം നോട്ട് ടു ഡ്രൈവ് സോ ഫാസ്റ്റ്, ഡ്രൈവ് സോ ഫാസ്റ്റ് ഓൺ ദിസ് സ്ലിപ്പറി റോഡ്, ഓൺ ദിസ് സ്ലിപ്പറി റോഡ്. അതായത് സുഹൃത്തുക്കളെ ഇത്രയേ ഉള്ളൂ. ഇമ്പരറ്റീവ് സെന്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 സ്റ്റെപ്പ് കൊണ്ട് നിർത്താം. അതായത് ടൈപ്പ്, കണക്റ്റിംഗ് വേർഡ് വരെ എഴുതി നോക്കുക അല്ലെ. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമുക്ക് ടു ചേർത്ത് എഴുതാം. പക്ഷെ ഇവിടെ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് കണക്റ്റിംഗ് വേർഡ് എന്ത് വരും? നോട്ട് ടു ചേർത്ത് വേണം എഴുതാനായിട്ടുള്ളത്. നോട്ട് ടു, പിന്നെ ഡൂയുടെ ആവശ്യമില്ല. ബാക്കി സെന്റൻസ് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഡ്രൈവ് സോ ഫാസ്റ്റ് ഓൺ ദിസ് സ്ലിപ്പറി റോഡ്. അവിടെ ടെൻസിന് ഒന്നും ഒരു മാറ്റമില്ല, പക്ഷെ വേർഡ്സ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ? അപ്പോൾ നമ്മൾ 3 എണ്ണം പഠിച്ചു. സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് വേർഡ് ദാറ്റ്, ഇൻട്രോഗേറ്റീവിൽ WH ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് വേർഡ് ഏതാണ്? ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ്. യെസ് ഓർ നോ ടൈപ്പ് സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് വേർഡ് ഈഫ് ഫോർ വെദർ. ഓക്കെ, ദെൻ അടുത്ത സെന്റൻസ് നോക്കിയേ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡ്രസ് ഇറ്റ് ഈസ്, മേരി സെഡ്. അപ്പോൾ ഈ സെന്റൻസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യാനായി ആദ്യം ടൈപ്പ് നോക്കി. ഏത് ടൈപ്പ് സെന്റൻസ് ആണ് സുഹൃത്തുക്കളെ ഇവിടെ നൽകിയിട്ടുള്ളത്? എക്സ്ക്ലമേറ്ററി സെന്റൻസുകളാണ് അല്ലേ. അതായത് ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഒക്കെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സെന്റൻസ്. രണ്ടാമത് കണക്റ്റിംഗ് വേർഡ് നോക്കണം. എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ കണക്റ്റിംഗ് വേർഡ് എല്ലായ്പ്പോഴും ഏതാണ്? ദാറ്റ് ആണ്. മൂന്നാമത് എന്ത് ചെയ്യണം? കണക്റ്റിംഗ് വേർഡ് വരെ എഴുതി നോക്കണം. എഴുതി നോക്കാം, കണക്റ്റിംഗ് വേർഡ് വരെ എഴുതി നോക്കാം. എങ്ങനെ വരും? മേരി സെഡ് ആണോ? എക്സ്ക്ലൈംഡ് എന്നാണ്. ഓക്കെ, എക്സ്ക്ലൈംഡ് എന്ന് വേണം എഴുതാനായിട്ടുള്ള. എക്സ്ക്ലൈംഡ്. ഓക്കെ, എക്സ്ക്ലൈംഡ്.
പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ വിത്ത് സർപ്രൈസ് എന്നോ വിത്ത് ജോയ് എന്നോ ചേർത്ത് എഴുതാം. ഓക്കെ, ദെൻ മേരി എക്സ്ക്ലെയിംഡ്. അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് എന്ത് നോക്കണം? സബ്ജക്റ്റ് നോക്കണം. ഇവിടെ ആരാണ് സബ്ജക്റ്റ്? ഇറ്റ് ഈസ് അല്ലെ, അവിടെ ഇറ്റ് ആണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇറ്റ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് ഏതാണ് സുഹൃത്തുക്കളെ? ടെൻസ് നോക്കണം. ഇവിടെ ടെൻസ് ഏതാണ്? ദാ ഇവനെ നോക്കിയാൽ മതി. ഈസ് എന്താവുന്നു? വാസ് ആയി മാറുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഓക്കെ, അപ്പോൾ ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ. എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് വേർഡ് ദാറ്റ് വരുന്നു. ദെൻ അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, റിപ്പോർട്ടിംഗ് വെർബ് എല്ലായ്പ്പോഴും എക്സ്ക്ലെയിംഡ് എന്നാണ്. പിന്നെ സെന്റൻസിനനുസരിച്ച് എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ്, എക്സ്ക്ലെയിംഡ് വിത്ത് ഹാപ്പിനെസ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ എക്സ്ക്ലെയിംഡ് വിത്ത് ഹാപ്പിനെസ് ആ രീതിയിൽ എഴുതാം. ഓക്കെ, പിടികിട്ടിയല്ലോ? ക്ലിയർ ആണല്ലോ? ദെൻ അപ്പോൾ ഈ 4 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. സോ ഇതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ഐ വാസ് റണ്ണിങ്, ടോം സെഡ്. അപ്പോൾ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് തോന്നുന്നത് അതൊന്ന് മാർക്ക് ചെയ്യുക. ദെൻ അതിൻ്റെ ആൻസർ പറയുമ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ആൻസർ ശരിയാണോ എന്ന് കൂടെ ഒന്ന് പരിശോധിക്കുക. സോ ഐ വാസ് റണ്ണിങ്, ടോം സെഡ്, അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് വേണം നമ്മൾ കണ്ടെത്താനായിട്ടുള്ളത്. സോ ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? നമ്മുടെ 5 സ്റ്റെപ്പ്, ആ 5 സ്റ്റെപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ടൈപ്പ് നോക്കുക, രണ്ടാമത് കണക്റ്റിംഗ് വേർഡ് നോക്കുക, മൂന്നാമത് കണക്റ്റിംഗ് വേർഡ് വരെ എഴുതി നോക്കുക, നാലാമത് എന്ത് ചെയ്യുക? നാലാമത് സബ്ജക്റ്റ് ആരാണെന്ന് നോക്കുക, അഞ്ചാമത് ടെൻസ് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി സ്റ്റേറ്റ്മെന്റ് ആണ്. കണക്റ്റിംഗ് വേർഡ് എന്ത് വരും? ദാറ്റ് വരും. കണക്റ്റിംഗ് വേർഡ് വരെ നമുക്ക് നോക്കാം. ടോം സെഡ് ദാറ്റ്, എല്ലായിടത്തും ദാറ്റ് തന്നെ. ദെൻ അടുത്ത സബ്ജക്റ്റ് നോക്കണം. ടോം സെഡ് ദ, ഡി വരത്തില്ല അല്ലെ, ഐ ആണ് അവിടുത്തെ സബ്ജക്റ്റ്. ടോം സെഡ് ദാറ്റ്, ഹി ആണ് അവിടെ സബ്ജക്റ്റ് വരാനായിട്ടുള്ള, ഹി. ഇനി അടുത്ത ടെൻസ് നോക്കുക അല്ലെ, വാസ് റണ്ണിങ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അല്ലെ. സോ പാസ്റ്റ് കണ്ടിന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 2 അപ്പുറത്ത് ചാടും, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുന്നു. അപ്പൊ എങ്ങനെ വരും സുഹൃത്തുക്കളെ? അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് അല്ലെ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ING. അതായത് ടോം സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ റണ്ണിങ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിടികിട്ടിയല്ലോ? സോ പാസ്റ്റ് കണ്ടിന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വേർ ഡു യു ലീവ്, മാർക്ക് ആസ്ക്ഡ് മീ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ 5 സ്റ്റെപ്പ്. അതിൽ ആദ്യത്തെ ടൈപ്പ് നോക്കി, ഇൻട്രോഗേറ്റീവ് ആണ്. ഇൻട്രോഗേറ്റീവിൽ തന്നെ WH. സോ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ കണക്റ്റിംഗ് വേർഡ് വരണം. സോ നമ്മൾ നോക്കി, മാർക്ക് ആസ്ക്ഡ് മീ. ദെൻ ഏതാണ്? വെയർ. അത് എല്ലായിടത്തും ഉണ്ട്. ഡിയിലില്ല, ഡിയിൽ വെയർ ഇല്ല അല്ലെ, അപ്പോൾ ഡി ഓപ്ഷൻ എലിമിനേറ്റ് ആണ്. അപ്പോൾ വെയർ. ഇനി അടുത്ത സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് ആരാണ് സുഹൃത്തുക്കളെ? യു ആണ്. സോ യു എന്നുള്ള ഇവിടെ എന്തായി മാറും? ഐ ആയി മാറും. ഓക്കെ, അതായത് എൻ്റെ അടുത്തല്ലേ ചോദിച്ചത്. സോ യു എന്നുള്ള ഐ ആയി മാറും. മാർക്ക് ആസ്ക്ഡ് മീ വെയർ ഐ. ഇനി അടുത്ത ടെൻസ് നോക്കണം. ഇവിടെ ഡു ആണ് നൽകിയിട്ടുള്ളത്. ഡു വരുമ്പോൾ മനസ്സിലായിക്കൊള്ളണം അത് ഏത് ടെൻസ് ആയിരിക്കും? പ്രസന്റ് ടെൻസ് ആയിരിക്കുമെന്ന് മനസ്സിലായിക്കൊള്ളണം. സോ ഇവിടെ സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറുന്നു സുഹൃത്തുക്കളെ? പ്രസന്റ് എല്ലാം പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ആയി മാറുന്നു. അപ്പോൾ എങ്ങനെ വരും? മേരി ആസ്ക്ഡ് മീ വെയർ ഐ ലീവ്ഡ്. ഓക്കെ, മനഃപൂർവ്വം തെറ്റിക്കാനായി ഇവിടെ നിങ്ങൾക്ക് ഡിഡ് തന്നിട്ടുണ്ട്. ഇവിടെ ഡു വരുമ്പോൾ ഡിഡ് എഴുതിക്കൂടെ? വേണ്ട. ഓക്കെ, അവിടെ എന്ത് വേണം എഴുതാനായിട്ടുള്ള? വെർബിനോട് ചേർന്ന് വേണം ഡിഡ് എഴുതാനായിട്ടുള്ള, അതായത് V2 ഫോമിൽ. സോ വെയർ ഐ ലീവ്ഡ് എന്ന് വേണം വരാനായിട്ടുള്ള. ഓക്കെ, പിടികിട്ടിയല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. ഡോണ്ട് ലോസ് ഹോപ്പ്, ഷീ ടോൾഡ് ഹേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം ടൈപ്പ് നോക്കി. ഏത് ടൈപ്പാ? ഇമ്പരറ്റീവ് സെന്റൻസാ. ഇമ്പരറ്റീവ് സെന്റൻസിൽ കണക്റ്റിംഗ് വേർഡ് ഏതാണ്? ടു ആണ് അല്ലെ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ കണക്റ്റിംഗ് വേർഡ് വരെ എഴുതി നോക്കാം. അപ്പൊ എങ്ങനെ വരും? ഷീ ടോൾഡ് അസ്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ് എഴുതേണ്ടത്? നാലാമത്തെ സ്റ്റെപ്പ് യെസ്, സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് ആരാണ്? അപ്പോൾ ഇവിടെ ഇമ്പരറ്റീവ് സെന്റൻസ് ആകുമ്പോൾ നമുക്ക് 3 സ്റ്റെപ്പിൽ തന്നെ കൊണ്ട് ആൻസർ എഴുതാനായിട്ട് പറ്റും. ഷീ ടോൾഡ് അസ് നോട്ട് ടു ലോസ് ഹോപ്പ് അല്ലെ. നോട്ട് ടു ലോസ് ഹോപ്പ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. സോ ബി ആണ് ഇവിടുത്തെ ശരി അല്ലെ. കാര്യം എന്താണ്?
ഡോണ്ട് നെഗറ്റീവ് വന്നിട്ടുണ്ട്. സോ എന്ത് വേണം? കണക്റ്റിംഗ് വേർഡ് നോട്ട് ടു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആൻസറിലോട്ട് കടന്നു. ഇതാ ബാക്കി ഒരിടത്ത് നോട്ട് ടു ഇല്ല. ടു നോട്ട്, ദാറ്റ്, നോട്ട് എന്ന് മാത്രമേ ഉള്ളൂ. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഷീ ടോൾഡ് us not to lose hope. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കാം. ഹൗ ഹോട്ട് ഇറ്റ് ഈസ് ടോം സെഡ്. ആദ്യം ടൈപ്പ് നോക്കി. ഇതാ എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് വേർഡ് ഏത് വരും? ദാറ്റ് വരും. ഓക്കെ, അപ്പോൾ ദാ നമുക്ക് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് കണക്റ്റിംഗ് വേർഡ്, മൂന്നാമത്തെ സ്റ്റെപ്പ് കണക്റ്റിംഗ് വേർഡ് വരെ എഴുതി നോക്കി. ഓക്കെ, അപ്പോൾ ടോം എക്സ്ക്ലെയിംഡ് അല്ലെ, എക്സ്ക്ലെയിംഡ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ വരുമ്പോൾ അവിടെ റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലെയിംഡ് അല്ലെ. സോ എ ആണോ അതുപോലെ തന്നെ സി ആണോ എന്ന് പരിശോധിച്ചാൽ മതി. എക്സ്ക്ലെയിംഡ് ദാറ്റ്. ഇനി അടുത്ത സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് ആരാണ് സുഹൃത്തുക്കളെ? ഇറ്റ് ആണ് സബ്ജക്റ്റ് അല്ലെ. സോ ഇറ്റ് അവിടെ ഉണ്ട്. ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് ടെൻസ് നോക്കണം. ഇവിടെ ടെൻസ് ആരാണ്? ഇവിടെ ഈസ് ആണ്. ഈസ് എന്തായി മാറും? വാസ് ആയി മാറും. സോ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ടോം എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് വെരി ഹോട്ട്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ സൂപ്പർ നോട്ട്സിലെ ക്ലാസ്സുകൾ ഇത്തരത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക, ക്ലാസ്സുകൾ കാണുക, പഠിക്കുക. താങ്ക് യു.